ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. പ്രിയ ദൈവമക്കളെ, ഈ ക്വാർട്ടറിലെ 4-ാമത്തെ പാഠത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിച്ച സ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം നോർത്തുള്ള സെക്ഷൻ്റെ ശാബത്ത് സ്കൂൾ പഠന പദ്ധതിയിലേക്ക് എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും ഒന്നിച്ച് കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം, ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്തുവാം. ഈ പാഠത്തിൻ്റെ തലക്കെട്ട് വിനയത്തിലൂടെയുള്ള ഐക്യം. മനഃപ്പാഠവാക്യം എടുത്തിരിക്കുന്നത് ഫിലിപ്പിയർ 2:2. അത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏകസ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ഇവിടെ ഐക്യവും സ്നേഹവും, അതിലൂടെ ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിക്കുവാനും സന്തോഷം അനുഭവിക്കുവാനും നമുക്ക് എങ്ങനെ കഴിയും എന്നതിനെക്കുറിച്ച് പൗലോസ് ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതുന്ന ഒരു ദൂതാണ് നമ്മൾ മനസ്സിലാക്കാൻ ചിന്തിക്കാൻ പോകുന്നത്. വിനയത്തിലൂടെയുള്ള ഐക്യം. പാഠത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട കർത്താവേ, തിരുനാമത്തിനായി സ്തുതിക്കുന്നു. അവിടുത്തെ വചനം അടിയങ്ങൾ വീണ്ടും പഠിക്കുമ്പോൾ തിരുസാന്നിധ്യം കൂടെയിരിക്കണം. ചിന്തിക്കുന്ന കാര്യങ്ങൾ ശരിയായി അടിയങ്ങൾക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിപ്പാൻ, അടിയങ്ങളുടെ ജീവിതത്തിൽ അടിയങ്ങളിൽ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അടിയങ്ങൾ വളരുന്ന അനുഭവത്തിൽ, ആത്മീയമായി ദിനംതോറും പുതുക്കം പ്രാപിക്കുന്ന അനുഭവത്തിൽ അടിയങ്ങൾ ജീവിപ്പാൻ അടിയങ്ങൾ സഹായിക്കണം. പാഠപഠനത്തെ സംബന്ധിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണം. സകലവടിയിൽ കാജീവനെ തന്ന യേശു നാം ചോദിക്കുമ്പോൾ കൃപയാക്കുന്ന ദൈവമേ, ആമേൻ. ഐക്യം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, സഭയിൽ, കുടുംബങ്ങളിൽ, സ്ഥാപനങ്ങളിൽ ഏറ്റവും അത്യാവശ്യമായ, ഒരിക്കലും നമുക്ക് മാറ്റി നിർത്തുവാൻ കഴിയാത്ത ഒരു വലിയ കാര്യമാണ് ഐക്യം എന്ന് പറയുന്നത്. ആ ഐക്യം എങ്ങനെ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും? ആ ഐക്യം എങ്ങനെ നമുക്ക് നിലനിർത്തുവാൻ കഴിയും? ആ ഐക്യത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ദൈവസ്നേഹവും നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. ഐക്യം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ എളുപ്പം നമുക്ക് നിസ്സാരമായി ചെയ്യുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ നേടുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഒരു കുടുംബം എടുത്താലും ഒരു പൂർണ്ണമായ ഐക്യം ആ കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ വളരെ പ്രയാസമുണ്ട്. എല്ലാവരും ഓരോ കാര്യങ്ങളിലും ഏക ചിന്തയോടും അഭിപ്രായത്തോടും കടന്നു വരിക, പരസ്പരം അംഗീകരിക്കുക, വിശ്വസിക്കുക, പരസ്പരം ക്ഷമിക്കുക, പരസ്പരം നമ്മൾ കൈത്താങ്ങുക, പരസ്പരം നമ്മൾ മറ്റുള്ളവരെ നമ്മൾ അനുമോദിക്കുക, അവരെ നല്ല കാര്യങ്ങളിൽ അഭിനന്ദിക്കുക, അവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിക്കുക, നമ്മൾ മറ്റുള്ളവരോട് വളരെ സ്നേഹമായിട്ട് അവരുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. അപ്പം ഇങ്ങനെ അനേക കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഐക്യം ഉണ്ടാക്കുവാനും അത് നിലനിർത്തുവാനും നമുക്ക് കഴിയുന്നത്. ഒരു സമൂഹത്തിലോ ഒരു സഭയിലോ ഒരു ഭവനത്തിലോ ഐക്യമുണ്ടാകണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഐക്യം എന്ന ഒരാശയം രൂപപ്പെടുകയും ആ ചിന്ത ഓരോരുത്തരിലും അത് ശക്തമായിട്ട് വളർന്ന് ഒരൈക്യത്തിൻ്റെ അനുഭവത്തിൽ മുൻപോട്ട് പോകുന്നത് നല്ലത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു സമൂഹമായാലും സഭയായാലും ഒരു കുടുംബമായാലും അത്തരത്തിലൊരു അഭിപ്രായ ഏകീകരണത്തിലും മാനുഷ്യമായിട്ടുള്ളൊരു ഐക്യത്തിലും ഒരുമയിലും കടന്നു വരുമ്പോൾ
ആ ഐക്യത്തിൻ്റെതായ മാധുര്യം, ആ നല്ല അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ ഏക മനസ്സുള്ളവരായി ഇരിക്കുക എന്ന് പലപ്പോഴും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഏക മനസ്സുള്ളവരായിരിക്കുക എന്ന് പറയുമ്പോൾ ഒരാൾ പറയുന്ന കാര്യം, ഒരാൾ സംസാരിക്കുന്ന കാര്യം, ഒരാൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അത് സ്വീകരിക്കുവാനും, ഇനി എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു മാറ്റം ആവശ്യമുണ്ട്, ഒരു തിരുത്തൽ ആവശ്യമുണ്ട്, അത് സ്നേഹമായിട്ട് പറഞ്ഞ് സംസാരിച്ച് അത് ആ മാറ്റം വരുത്തിക്കൊണ്ട് വീണ്ടും സ്നേഹത്തോടെ ഐക്യത്തോടെ മുൻപോട്ട് പോകുമ്പോഴാണ് ആ സ്നേഹത്തിൻ്റെതായ വളർച്ച നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന സമയത്തും പുതിയ നിയമത്തിൽ പല ഭാഗങ്ങളിലും ഐക്യത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ പ്രാധാന്യത്തോടുകൂടി സംസാരിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഫിലിപ്പോസും തൻ്റെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ എല്ലാ സഭകളോടും അവർ ഐക്യത്തോടും സ്നേഹത്തോടും ഒരു മനസ്സുള്ളവരായിട്ട് ഇരിക്കുക എന്ന് പലപ്പോഴും അവരെ ഓർമ്മപ്പെടുത്തുന്ന അനുഭവം അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. നാം സഭയിലായാലും സമൂഹത്തിലായാലും, നാം ആയിരിക്കുന്ന സഭ അല്ലെങ്കിൽ ആയിരിക്കുന്ന സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ഭവനം, നാം അവിടെ എങ്ങനെ ആയിരിക്കണം, നമ്മുടെ സാന്നിധ്യം, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ മറ്റ് ഓരോ കാര്യങ്ങളും ആ ഭവനത്തിലായാലും സഭയിലായാലും നമ്മുടെ സമൂഹത്തിലായാലും മറ്റുള്ളവരെ നമ്മോട് അടുപ്പിക്കുകയും മറ്റുള്ളവരിലേക്ക് ആ ഒരു സ്നേഹം പകർന്നു നൽകിക്കൊണ്ട് പരസ്പര വിശ്വാസത്തിലും സ്നേഹത്തിലും കഴിയുന്ന അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു മനോഭാവവും പ്രവൃത്തിയും നമുക്കുണ്ടാവുമ്പോൾ, അതുപോലെ ഓരോരുത്തർക്കും ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു ഐക്യത്തിൻ്റെ അനുഭവം നമുക്കവിടെ ഉണ്ടാക്കുവാൻ കഴിയും. ഓരോരുത്തരും തങ്ങളുടെ കാര്യം മാത്രം ചിന്തിക്കുക, തങ്ങളുടെ സന്തോഷം, തങ്ങളുടെ വളർച്ച, അല്ലെങ്കിൽ തങ്ങളുടെ സ്ഥാനം, അംഗീകാരം, ഇത് ചിന്തിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് മറ്റുള്ളവരുമായിട്ട് സഹകരിക്കുവാനോ മറ്റുള്ളവർ അംഗീകരിക്കുവാനോ കഴിയാതെ വരുന്നത്. അതുകൊണ്ട് തീർച്ചയായും നാം ഓരോരുത്തരും നാം ആയിരിക്കുന്ന സമൂഹത്തിൽ ആ സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, അതിൻ്റെ മാതൃക, ആ സമൂഹം പ്രദാനം ചെയ്യുന്ന അത് വിശ്വാസമായാലും മറ്റ് ഏത് കാര്യങ്ങളായാലും നമുക്കതെങ്ങനെ മറ്റുള്ളവരിലേക്ക് നമുക്ക് അത് പകർന്നു കൊടുക്കുവാൻ, മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കുന്ന തരത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്ന് ഒന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരു സമൂഹം ഒരു വ്യത്യസ്ത നിലയിൽ നിലനിൽക്കുകയും വളരുകയും ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലുള്ള പല അല്ലെങ്കിൽ കൂട്ടങ്ങളെ അല്ലെ പലതരത്തിലുള്ള കമ്മ്യൂണിറ്റീസ് നമുക്ക് അങ്ങനെ കാണുവാൻ കഴിയും. വിശ്വാസത്തിൽ, ആദർശങ്ങളിൽ, പ്രവർത്തന രീതിയിൽ, ജീവിതശൈലിയിൽ, മറ്റ് പല കാര്യങ്ങളിലും ഒരു ഐക്യപ്പെട്ട അല്ലെങ്കിൽ ഒരു ഏക ഭാവം അല്ലെങ്കിൽ ആശയം അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഒക്കെ നിലനിർത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ജീവിക്കുന്ന സമൂഹങ്ങളെ നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം അതുകൊണ്ട് തീർച്ചയായും നാം ദൈവമക്കൾ എന്ന നിലയിൽ, ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ, ആ ദൈവത്തിൻ്റെ ദൂത് നമ്മൾ എന്ത് സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ ഈ ഒരു ഐക്യത്തിൻ്റെതായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിലനിർത്തുവാനും, നാം എല്ലാവരും പൂർണ്ണമായിട്ടും ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടവരും ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ തീരുമാനമെടുത്തവരും ആകുന്നുവെങ്കിൽ നമുക്ക് വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസങ്ങളോ വേർതിരിവുകളോ അല്ലെങ്കിൽ ആ വ്യക്തികൾ തമ്മിലുള്ള ജീവിത രീതികളിലോ പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളിലോ സമ്പത്തിലോ ഉള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് നമ്മൾ കണക്കിടാതെ പരിഗണിക്കാതെ നമുക്ക്
എല്ലാവരെയും ഒരുപോലെ കാണുവാനും സ്നേഹിക്കുവാനും പൗലോസ് തൻ്റെ സഭയ്ക്ക് നൽകുന്ന, തൻ്റെ വിശ്വാസികൾക്ക് നൽകുന്ന ആ ഐക്യത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും ഈ നാളുകളിൽ നമ്മുടെ സഭയിലായാലും നമ്മുടെ സമൂഹത്തിലായാലും നമ്മുടെ ഭവനങ്ങളിലായാലും ജീവിക്കുവാൻ കഴിയാൻ, അല്ലെങ്കിൽ ജീവിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഒരു പരിശീലനം നേടുന്നതിന് വേണ്ടി നമുക്ക് ഇത്തരത്തിലുള്ള ഈ ആശയങ്ങൾ, ഇത്തരത്തിലുള്ള പാഠങ്ങൾ നമ്മളെ സഹായിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഫിലിപ്പിയ സഭയിലെ ഒരു അനൈക്യം അല്ലെങ്കിൽ ഒരു ഐക്യമില്ലായ്മ, ചില അഭിപ്രായ ഭിന്നതകൾ പൗലോസിൻ്റെ ശ്രദ്ധയിൽ വരുന്ന സമയത്താണ് പ്രത്യേകിച്ച് ഫിലിപ്പിയ സഭയോട് ഐക്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ഐക്യമുള്ളവരായിരിക്കണമെന്നും ഏകമനസ്സുള്ളവരായിരിക്കണമെന്നും ഏകചിന്തയുള്ളവരായിരിക്കണമെന്നും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന ദൈവമക്കളെന്ന നിലയിൽ അവരുടെ ഇടയിൽ ഭിന്നത ഉണ്ടാവരുതെന്നും മത്സരം ഉണ്ടാവരുതെന്നും അവരുടെ ഇടയിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവരുതെന്നും വലിയവനും ചെറിയവനും വ്യത്യാസം ഉണ്ടാവരുതെന്നും പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത് അവിടെയാണ്. പലപ്പോഴും ഈ ഐക്യത്തിന് പ്രതിബന്ധമായിട്ട് വരുന്നത് ഒന്ന് സ്വാർത്ഥതയാണ്. സ്വാർത്ഥപരമായ ഒരു ചിന്ത ആരുടെ ഹൃദയത്തിൽ കടന്നു വന്നാലും അവർ തങ്ങളിലേക്ക് ചുരുങ്ങുകയും തങ്ങളെ മാത്രം ശ്രദ്ധിക്കുകയും തങ്ങളുടെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തുകയും അതിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ഒരു കാര്യങ്ങളും അവർക്ക് അത് പരിഗണിക്കുവാനോ അതിനെ കാണുവാനോ ഒരുപക്ഷെ കഴിയാതെ വരും. അപ്പം ഈ സ്വാർത്ഥ ചിന്ത അല്ലെങ്കിൽ സ്വാർത്ഥ അഭിലാഷം എന്ന് പറയുന്നത് അത് ജഡികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 20 നമ്മൾ വായിക്കുമ്പോൾ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അസൂയയും സ്വാർത്ഥാന്വേഷണവും നിലനിൽക്കുന്നിടത്ത് ആശയക്കുഴപ്പവും എല്ലാ ദുഷ്ടതകളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുമാത്രമല്ല, 2 അഹങ്കാരം. അപ്പം സ്വാർത്ഥപരമായ ചിന്തയും അഹങ്കാരവും, ഈ 2 കാര്യങ്ങൾ ഏത് സമൂഹത്തിലും ആരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവുന്നുവോ, ആര് അതിന് പ്രാധാന്യം കൊടുക്കുന്നുവോ, അല്ലെ ആര് അത്തരം കാര്യം ശ്രദ്ധിക്കുന്നുവോ, അവിടെ തീർച്ചയായിട്ടും ഐക്യത്തിന് വിള്ളലുണ്ടാകുകയും ഐക്യം നഷ്ടപ്പെട്ടു പോവുകയും ഐക്യമില്ലാത്ത ഒരനുഭവത്തിൽ ആ സമൂഹം അല്ലെങ്കിൽ അല്ലെങ്കിൽ ജനം മാറുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം ഫിലിപ്പിയ സഭയിൽ ഈ അനൈക്യം അല്ലെങ്കിൽ ഐക്യമില്ലായ്മ, ഭിന്നത അല്ലെങ്കിൽ മത്സരം ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പൗലോസിന് വളരെ ഖേദം തോന്നിയിട്ട്, വിഷമം തോന്നിയിട്ട് പൗലോസോട് പറയുന്നത്, ഞാൻ എൻ്റെ ശിഷ്യനായ തിമോത്തിയോസിനെ ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കാം എന്നവിടെ പറയുന്നുണ്ട്. അപ്പോൾ സഭയിൽ നിലനിൽക്കുന്ന അനൈക്യം ഇല്ലാതാക്കിക്കൊണ്ട് ഏകമനസ്സുള്ളവരായി ഐക്യമുള്ളവരായി അവർ എല്ലാ കാര്യങ്ങളിലും ഒരു മനപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ നിലനിൽപ്പാനും ദൈവിക ഉപദേശങ്ങളിലും വചനം അനുസരിക്കുന്നതിലും അവർക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശയിൽ അവർക്ക് വളരുവാനും ഈ ഒരു ഐക്യത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്ന് പൗലോസിന് തിരിച്ചറിയാൻ കഴിയുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഫിലിപ്പിയ സഭയിലെ വിശ്വാസികളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഏകമനസ്സുള്ളവരായിരിക്കണം എന്ന് പറയുവാൻ കാരണം, നിങ്ങളുടെ ഇടയിൽ അനൈക്യം ഉണ്ടാവരുത് എന്ന് പറയുവാൻ കാരണം അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അനൈക്യങ്ങൾ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ ആ അനൈക്യത്തെ അവിടുന്ന് അത് ഇല്ലാതാക്കുവാൻ വേണ്ടി അവരെ ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ വേണ്ടി ആ അനൈക്യത്തിൻ്റെതായ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ആ സമൂഹത്തിൽ നിന്ന് ദൂരീകരിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ആരെയെങ്കിലും അവിടെ പറഞ്ഞയച്ചുകൊണ്ട് അവരോട് സംസാരിച്ച് അവരുടെ ചിന്താഗതികൾ, അവരുടെ മനോഭാവങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ദൈവിക സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമനപ്പെട്ടുകൊണ്ട് മുൻപോട്ട് ജീവിക്കുവാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാക്കാനാണ് പൗലോസ് തിമോത്തിയോസിനെ പെട്ടെന്ന് അങ്ങോട്ട് അയക്കാം എന്ന് പറയാൻ കാരണം. അപ്പോൾ പല സഭകളിലും, കൊരിന്ത്യ സഭയിലും ഗലാത്യ സഭയിലും ഫിലിപ്പിയ സഭയിലും ഒക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നുവെന്ന് നമുക്ക് ആ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇപ്പോഴത്തെ മാത്രം ഒരു പ്രശ്നമല്ല, നമുക്കറിയാം പണ്ട് മുതൽ തന്നെ, അല്ലേ, ലോകത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇന്നും അത് നിലനിൽക്കുന്നു. പക്ഷേ ആ ഒരു അനുഭവം ഏത് സമൂഹത്തിൽ നിലനിൽക്കുന്നുവെങ്കിലും ആ സമൂഹത്തിന് ശരിയായ ഇതിൽ വളരുവാൻ കഴിയില്ല എന്നത് സത്യമാണ്. അപ്പോൾ ഏത് സമൂഹം ഭിന്നിച്ചു നിൽക്കുന്നുവോ, ഏത് സമൂഹത്തിൽ ഐക്യം ഇല്ലാതിരിക്കുന്നുവോ, അല്ലെങ്കിൽ ഏത് സമൂഹത്തിൽ ഒരു മനസ്സോടെ വ്യക്തികൾ കടന്നു വരാൻ കഴിയാതിരിക്കുന്നുവോ അവിടെ തീർച്ചയായിട്ടും വളർച്ച ഉണ്ടാവുകയില്ല എന്നുള്ളത് തീർച്ചയാണ്. കാരണം നമുക്ക് വളർച്ച ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ്.
നമുക്ക് കൂട്ടായി പ്രവർത്തിക്കണമെങ്കിൽ നാം ഒരുപോലെ ചിന്തിക്കുന്നവരും ഒരു അഭിപ്രായത്തിൽ നിൽക്കുന്നവരും ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ നീങ്ങുന്നവരും ആകുമ്പോൾ മാത്രമേ നമുക്കൊരു ഒരു പ്രവൃത്തി അതിൻ്റെ ശരിയായ ഫലം അനുഭവിച്ചുകൊണ്ട് അതിൻ്റെ പ്രവൃത്തി പഥത്തിലേക്ക് കൊണ്ടുവന്നത് നമുക്ക് പൂർത്തീകരിക്കുവാൻ കഴിയും. ആ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു ആശയം നമുക്ക് ഉണ്ടാവുന്നത് ഈ ഐക്യത്തിൽ നിന്നാണ്. അപ്പോൾ ഫിലിപ്പിയ സഭയിലെ അനൈക്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഫിലിപ്പോസ് ആ ഫിലിപ്പിയ സഭയിലെ ജനത്തോട് ഉപദേശിക്കുന്നത് തന്നെയാണ്. അവിടെ ഫിലിപ്പിയർ 2:13 ഇവിടെ പൗലോസ് പറയുന്നു, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായി പ്രവർത്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് നാം ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ദൈവഹിതപ്രകാരമായിരിക്കണം എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നാം ദൈവമക്കളും നിലയിൽ ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുവാൻ നാം പരിശുദ്ധാത്മാവിനെ അനുവദിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഏത് ചിന്തയും ഏത് ആലോചനയും തീർച്ചയായും ആ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആ അനുഭവത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരുന്നതാണ്. ഒരിക്കലും പരിശുദ്ധാത്മാവ് അവിടെ അനൈക്യം ഉണ്ടാക്കുന്നില്ല, മത്സരം ഉണ്ടാക്കുന്നില്ല, ഭിന്നത ഉണ്ടാക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുവാൻ നാം നമ്മുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിന് കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ തീർച്ചയായും ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഉപദേശിച്ച പ്രകാരം അല്ലെങ്കിൽ പൗലോസ് ഗലാത്യ സഭയിലും ഫിലിപ്പിയ സഭയിലും ഉപദേശിക്കുന്ന ആ വചനത്തിൻ്റെ അറിവിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന അതേ ഒരു അനുഭവത്തിലേക്ക് നമുക്കും കടന്നു വരാൻ കഴിയുമെന്ന് അവിടെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഗലാത്യ സഭയ്ക്ക് പൗലോസ് ഉപദേശം കൊടുക്കുമ്പോൾ അവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾ നമുക്ക് അഹങ്കാരികളാകരുത്, പരസ്പരം പ്രകോപിക്കരുത്, പരസ്പരം അസൂയപ്പെടരുത്. നമുക്ക് എത്ര ലളിതമായ ഗഹനമായ ഒരു ഉപദേശമാണതല്ലേ. ഗലാത്യരോട് പറയുമ്പോൾ പൗലോസ് പറയുന്നു, നമുക്ക് ഉപദേശിക്കുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ഊന്നൽ കൊടുക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം, ഒന്ന്, നാം എന്ത് ചെയ്യരുത്? അഹങ്കാരികളാകരുത്. അഹങ്കാരികളാകുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്കൊരിക്കലും മറ്റുള്ളവരെ അംഗീകരിക്കാനും മറ്റുള്ളവരെ ബഹുമാനിക്കാനും മറ്റുള്ളവരെ നമുക്ക് സ്വീകരിക്കാനും മറ്റുള്ളവരെ നമുക്ക് ചേർന്ന് പോകുവാനും പലപ്പോഴും നമുക്ക് പ്രയാസമുണ്ടാകും. കാരണം നമുക്ക് നമ്മെക്കുറിച്ചുള്ള ഒരു ചിന്ത, ഒരു അഹന്ത അത് നമ്മളെ ഭരിക്കുമ്പോൾ നമുക്കൊരിക്കലും മറ്റുള്ളവർ ഉൾക്കൊള്ളുവാനും മറ്റുള്ളവരെ നമുക്ക് അതനുസരിച്ച് നമുക്ക് സ്നേഹിക്കുവാനും കഴിയാതെ വരും. മാത്രമല്ല പ്രകോപിപ്പിക്കുക. അപ്പോൾ പലപ്പോഴും ഈ തരത്തിലുള്ള കാരണം കൂടാതെയോ അല്ലെങ്കിൽ കാരണം അല്ലെങ്കിൽ തോട് കൂടിയോ ഒക്കെ നാം മറ്റുള്ളവരെ ഒരു പ്രകോപനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ആ ഐക്യവും സ്നേഹവും പരിപൂർണമായിട്ടും തകർന്നു പോകുന്ന, നശിച്ചു പോകുന്നൊരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്യുക? നാം ഒരിക്കലും മറ്റുള്ളവരെ പ്രകോപിപ്പിക്കരുത്. ഏതെങ്കിലും പ്രകോപനം ഉണ്ടാകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നാം ഒരുപക്ഷെ അത് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ആ പ്രകോപനത്തെ വളരെ ബുദ്ധിയോടുകൂടി, വളരെ സാവധാനതയോടുകൂടി, വളരെ ക്ഷമയോടുകൂടി, സഹിഷ്ണുതയോടുകൂടി നമ്മൾ ആ അവസ്ഥകളെ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുകയും അത് നമ്മൾ തിരുത്തുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ എന്താണ്? അസൂയപ്പെടരുത് അല്ലേ. നമുക്ക് പല സമയങ്ങളിലും നമ്മളെക്കാൾ കഴിവുള്ളവർ, പ്രാഗൽഭ്യമുള്ളവർ, കാര്യങ്ങൾ നല്ലൊരു ചെയ്യാൻ കഴിയുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്കൊരിക്കലും അവരോട് അസൂയ തോന്നരുത്. അസൂയ തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനോ അത് പഠിക്കുവാനോ നമുക്കത് വീക്ഷിക്കുവാനോ അല്ലെങ്കിൽ നമുക്കതിനെ അനുകരിക്കുവാനോ നമുക്ക് കഴിയാതെ വരും. അപ്പം അതുകൊണ്ട് നമുക്ക് വളരണമെങ്കിൽ, നാം ഐക്യത്തിൽ നിലനിൽക്കണമെങ്കിൽ, നാം സ്നേഹത്തിൽ നിലനിൽക്കണമെങ്കിൽ, ഒന്ന്, നാം അഹങ്കാരികളാകരുത്, രണ്ട്, നാം പരസ്പരം പ്രകോപിപ്പിക്കരുത്, മൂന്ന്, നാം ഒരിക്കലും അസൂയപ്പെടരുത് പരസ്പരം. അപ്പോൾ ഈ അസൂയയില്ലാതെ, അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അല്ലെ നമ്മുടെ കൂട്ടത്തിൽ ഒരു വ്യക്തി നല്ല കാര്യങ്ങൾ ചെയ്യും, നാം അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, പ്രോത്സാഹനം നൽകിക്കൊണ്ട്, അവരെ അഭിനന്ദിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ജീവിക്കുമെങ്കിൽ അവരുടേതായ ആ കഴിവ്, അവരുടേതായ ആ പ്രവൃത്തി ഒരു സമൂഹത്തിന് മുഴുവനും ഒരു നന്മയ്ക്കായിട്ടത് മാറുവാനിടയെത്തീരും. അതുകൊണ്ട് തീർച്ചയായും നാം ഇത്തരം കാര്യങ്ങൾ നമ്മൾ സമൂഹമായിട്ട്, സഭയായിട്ട് ജീവിക്കുമ്പോൾ, നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതാണ് ഫിലിപ്പിയ സഭയ്ക്കും ഗലാത്യ സഭയ്ക്കും പൗലോസ് കൊടുക്കുന്ന ഉപദേശം. നമ്മളെന്ത് സ്വാർത്ഥ അഭിലാഷം, സ്വാർത്ഥ ചിന്ത, നമ്മോട് തോന്നുന്ന ഒരു വലിയ സ്നേഹം, അത് നാം വിട്ട് ഒരു സമൂഹത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ സഹവിശ്വാസികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആയിരിക്കും സഹവസിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെപ്പോലെ തന്നെ നമുക്ക് അവരെയും കാണുവാനും ഉൾക്കൊള്ളുവാനും സ്വീകരിപ്പാനും അത്തരത്തിൽ നമ്മളവരോട് ഇടപെടുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു ഐക്യവും സ്നേഹവും ഒരുമനപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകും. ആ ഒരുമനപ്പെടുന്ന അനുഭവമാണ് ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി മനസ്സിലാക്കുവാനും അതിലൂടെ നമുക്ക് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് നേടുവാൻ കഴിയുന്ന ആത്മീയ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുന്നതും അവിടെയാണ്. ഇവിടെ പൗലോസ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഒരു ചില കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഒരു പട്ടിക തന്നെ പൗലോസ് അവിടെ നിരത്തുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അപ്പോൾ അത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിലെ ഏത് കാര്യങ്ങളുടെയും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത്
ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസമാണ് നമ്മളെ ഒരു വ്യക്തിയാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ട് നമ്മളെ വേർതിരിക്കുന്നത് തന്നെയാണ്. അപ്പം ആ ഒരു വിശ്വാസം നമ്മൾ ഉണ്ടാകുമ്പോൾ, ആ ഒരു വേർതിരിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ആ ഒരു വ്യത്യാസം നമ്മൾ ഉണ്ടാകുമ്പോൾ നമ്മളൊരു പുതിയ വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു വ്യത്യസ്ത വ്യക്തിയായിട്ട് മാറുകയാണ്. ആ വ്യത്യസ്തത നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പറയുന്ന ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട്, കർത്താവ് യേശു ക്രിസ്തു ഉപദേശിച്ച കാര്യങ്ങൾ തന്റെ ശിഷ്യന്മാരോടും തൻ്റെ ഗിരിപ്രഭാഷണ സമയത്തും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ നാം അതനുസരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമെങ്കിൽ ക്രിസ്തുവിൽ വിശ്വാസമുള്ള ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ നമുക്കൊരു സമൂഹത്തിനും ഒരു സഭയ്ക്കും അല്ലെങ്കിൽ ഒരു കുടുംബത്തിനും അതുപോലെ നമ്മുടെ ചുറ്റുപാടുകൾക്കും ഏറ്റവും നല്ല പ്രചോദനമായി സഹായമുള്ള, മറ്റുള്ളവരെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന, മറ്റുള്ള സ്നേഹത്തോടെ കരുതുന്ന, മറ്റുള്ളവരെ എപ്പോഴും അല്ലെങ്കിൽ ഉത്സാഹത്തിലും സന്തോഷത്തിലും നിലനിർത്തുന്ന അനുഭവത്തിൽ നമുക്ക് വരുവാൻ കഴിയും. അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തുവിലുള്ള വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസമാണ് നമ്മളെ ഉറപ്പിക്കുന്നതും നമ്മളെ നിലനിർത്തുന്നതും നമ്മളെ വളർത്തുന്നതും നമുക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാകുന്നത് ആ വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസമില്ലെങ്കിൽ നമ്മൾ പതറിപ്പോകുന്നവരായിരിക്കും, നമുക്കൊരു കാര്യങ്ങളിൽ കൃത്യമായൊരു ഉത്തരമില്ലാത്തവരായിരിക്കും, ഒരു പരിഹാരം നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയാത്തവരായിരിക്കും, ഒരു കാര്യം നിർദ്ദേശിക്കാൻ കഴിയാത്തവരായിരിക്കും, മറ്റുള്ളവർക്ക് ഒരു ഉപദേശം പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തവരായിരിക്കും. ഇതൊക്കെ നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ക്രിസ്തുവുള്ള ഒരു അടിയുറച്ച വിശ്വാസം നമുക്ക് ഉണ്ടാവണം. അതാണ് പൗലോസ് പറയുന്നത്. 2, സ്നേഹത്തിൻ്റെ ആശ്വാസം. ഈ സ്നേഹത്തിൻ്റെ ആശ്വാസം എന്ന് പറയുന്നത്, വാസ്തവം നമ്മളെന്തിനാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്, അല്ലേ? മറ്റുള്ളവർ നമ്മളെന്തിനാണ് സ്നേഹിക്കുന്നത്, അല്ലേ? മറ്റുള്ളവരുടെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഒരു ആശ്വാസം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുവെങ്കിൽ ഇതേ തരത്തിലുള്ളൊരു ആശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ബാധ്യത നമുക്ക് ഉണ്ട്. അപ്പോൾ അനേകർ നമ്മളെ സ്നേഹിക്കുമ്പോൾ, അല്ലേ, പലപ്പോഴും നമുക്കറിയാം, ഒത്തിരി സ്നേഹത്തിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, അവർക്ക് എത്രമാത്രം ഒരു സന്തോഷത്തിലും സ്നേഹത്തിലും ജീവിക്കാൻ കഴിയും. കാരണം ഏറ്റവും അടുത്ത സ്നേഹമുള്ള വ്യക്തികളെ സംബന്ധിച്ച് അവർക്കിടയിൽ സ്പർദ്ധയില്ല, മത്സരമില്ല, അല്ലെങ്കിൽ മറ്റ് പിണക്കങ്ങളില്ല, അസൂയയില്ല, ഇതൊന്നുമില്ല. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഇല്ലാത്ത, അല്ല ഇത്തരത്തിലുള്ള തെറ്റായ ചിന്താഗതികളൊന്നും ഇല്ലാത്ത ഒരു സ്നേഹം, ഒരു സൗഹൃദം എന്ന് പറയുന്നത് ഏത് വ്യക്തികളെ സംബന്ധിച്ചും ജീവിതത്തിലൊരു ആശ്വാസം തന്നെയാണ്. ആ സ്നേഹത്തിൻ്റെ ആശ്വാസം തീർച്ചയായിട്ടും നമ്മളിൽ ശരിയായ ഐക്യം, അല്ലെ ശരിയായ ഒരു ഒരുമ നമ്മളിൽ കൊണ്ടുവരുന്ന കാര്യമാണ്. അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ കൂട്ടായ്മ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആത്മാവിൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ പരിശുദ്ധാത്മാവിന് നമ്മളിൽ പ്രവർത്തിക്കുവാൻ നാം അവസരം കൊടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ പരിശുദ്ധാത്മാവ് നല്ല ആശയങ്ങൾ, നല്ല ചിന്തകൾ, ഐക്യം, സ്നേഹം, താഴ്മ, ബഹുമാനം, ഇങ്ങനെയുള്ള നല്ല ഗുണങ്ങൾ നമ്മളിൽ ഉളവാക്കുകയും അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാക്കുകയും ആ അനുഭവങ്ങളിലൂടെ നമ്മൾ ഒന്നിച്ച് വളരുമ്പോൾ ഒരു വലിയ ആത്മീയ കൂട്ടായ്മയുടെ അനുഭവം നമുക്ക് അനുഭവിക്കുവാനും അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുവാൻ നാം തീർച്ചയായിട്ടും അനുവാദം കൊടുക്കുകയും പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ് പൗലോസ് പറയുന്ന അടുത്ത കാര്യം. അത് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ 42-ാമത്തെ വാക്യവും 2 കൊരിന്ത്യർ 13-14 നമ്മൾ വായിച്ച് നോക്കുമ്പോൾ ആ ആത്മാവിൻ്റെ കൂട്ടായ്മയെക്കുറിച്ച് അവിടെ വ്യക്തമായിട്ടവിടെ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അത്രയും പോകാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത് വായിക്കുന്നില്ല. പ്രിയ മക്കൾക്ക് ആ ഭാഗം നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് വാത്സല്യം അല്ലെങ്കിൽ അനുകമ്പ, അല്ലേ? നമുക്ക് മറ്റുള്ളവരുടെ എപ്പോഴും ഒരു വാത്സല്യമുള്ളവരായിരിക്കും, അല്ലേ? അപ്പോൾ സ്നേഹവും വാത്സല്യവും രണ്ടാണ്. വാത്സല്യം എന്ന് പറയുന്നത് കുറേ കൂടി നമ്മൾ മനുഷ്യനോട് ഏറ്റവും അടുത്ത് വരുന്ന, അല്ലേ, ഏറ്റവും ഇൻറ്റിമസി കാണിക്കുന്ന, ഏറ്റവും കരുതലുള്ള, ഏറ്റവും നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തോട് നമ്മൾ അടുത്ത്, അല്ലെ, ചേർത്ത് വെക്കുന്ന കാര്യങ്ങളാണ് നമ്മളൊരു വാത്സല്യം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മൾ മറ്റുള്ളൊരു സ്നേഹം വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ വാത്സല്യമാണെന്ന് പറയുന്നില്ലേ. അപ്പം മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളുടെ വാത്സല്യമാണ്, എന്നാൽ ആ മാതാപിതാക്കൾക്ക് സ്നേഹിതരോട് മറ്റുള്ളൊരു സ്നേഹമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു വാത്സല്യം, അപ്പം അതിനെ അല്ലെങ്കിൽ പൗലോസ് അല്ലെങ്കിൽ അനുകമ്പ എന്ന് പറയുന്നുണ്ടല്ലേ, നമുക്കൊരു കമ്പാഷൻ. അപ്പം ഈ ഒരു വാത്സല്യ മനോഭാവം നമുക്ക് മറ്റുള്ളവരുണ്ടാവണം. അപ്പോൾ ആ ഒരു വാത്സല്യം എന്ന് പറയുന്നത് നമ്മളെയൊക്കെ എന്താ പറയുന്നത്, ഒരു വീണ്ടും ജനിച്ച അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു പുതുതായിട്ട് ജനിച്ച അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ശിശുക്കളുടെ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു നിങ്ങൾ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ആയിരിക്കണം എന്ന് പറയാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു മനോഭാവം, ആ ഒരു ചിന്താഗതി, ആ ഒരു ഹൃദയം നമ്മൾ ഉണ്ടാവുമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു നല്ല സ്നേഹത്തിൽ, നല്ല ഐക്യത്തിൽ, മനസ്സിൻ്റെ ആ ഒരുമയിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും എന്നാണ് പൗലോസ് പറയുന്നത്. അടുത്ത 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് കരുണ. നാം കരുണയുള്ളവരായിരിക്കണം. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഇത്രമാത്രം കരുണയുള്ളവനായിരുന്നു, അല്ലേ? എത്രയോ സന്ദർഭങ്ങളിൽ, എത്രയോ മറ്റ് അവസരങ്ങളിൽ നമ്മൾ ആ ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ചവരും ആ കരുണ മനസ്സിലാക്കിയിട്ടുള്ളവരുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കരുണ നമുക്ക് മറ്റുള്ളവരോടും കാണിക്കുവാൻ, അല്ലേ, നമ്മൾ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കും. ആ കരുണ
നമ്മളെ ഒരു സമൂഹമായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് നിലനിർത്തുവാനും ആ ദൈവസ്നേഹത്തെ നമുക്ക് നിലനിൽക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നതാണ്. ആറാമത്തെ പറയുന്നത് സമാന ചിന്താഗതിക്കാരായിരിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ ചിന്താഗതി, നമ്മുടെ ആശയങ്ങൾ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരുപോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ചിന്താഗതിയും നമ്മുടെ മനസ്സും നമ്മുടെ ആശയങ്ങളും നമ്മുടെ സംസാരങ്ങളൊക്കെ അതിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും. അവിടെ മറ്റൊരു കാര്യം വരില്ല, മറ്റൊരു തർക്കം ഉണ്ടാവില്ല, മറ്റു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല, മറ്റൊരു ആശയം അവിടെ കടന്നു വരില്ല. അപ്പോൾ പലപ്പോഴും ഈ സഭകളിലൊക്കെ പല ആശയങ്ങൾ കടന്നു വന്നിരുന്നു. ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ അവിടെ സംസാരിച്ചിരുന്നു. ചില കാര്യങ്ങൾ ചില ആൾക്കാർ സഭയിൽ നടത്തുവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോഴാണ് അവിടെ അനൈക്യം ഉണ്ടാകുന്നതും അവിടെ ഒരു ചിന്തിരിപ്പിൻ്റെ അനുഭവം ഉണ്ടാകുന്നതും ഒരു ഐക്യമില്ലായ്മ ഉണ്ടാകുന്നതൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? സമാന ചിന്താഗതിയുള്ളവരായിരിക്കണം. അപ്പോൾ അതല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാനും ഒന്നിച്ച് മനസ്സ് തുറന്ന് ചില കാര്യങ്ങൾ സംസാരിക്കുവാനും പരസ്പരം നമുക്കത് മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളുവാനും കഴിയാതെ വരും. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളർത്തിയെടുക്കുവാനും അത് നമുക്ക് നിലനിർത്തുവാനും കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഐക്യമുള്ളവരായിരിക്കുവാനും ഏകമനസ്സുള്ളവരായിരിക്കാനും നമ്മുടെ സ്വാർത്ഥപരമായിട്ടുള്ള അഭിലാഷങ്ങൾ നമ്മൾ മാറ്റി, അഹങ്കാരം മാറ്റി, മറ്റുള്ള അസൂയ മാറ്റി, മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന സ്വഭാവം മാറ്റി നമുക്ക് ആത്മാവിൻ്റെ ഐക്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ ആ സ്നേഹത്തിൻ്റെ ആശ്വാസത്തിൽ ആത്മാവിൻ്റെ കൂട്ടായ്മയിൽ വാത്സല്യം അനുഭവിച്ചുകൊണ്ട് കരുണയുള്ളവരായി ഒരേ രീതിയിൽ ചിന്തിക്കുന്ന മനുഷ്യരായിട്ട് നമുക്ക് നിലനിൽക്കാൻ കഴിയും. അത്തരത്തിൽ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ നിലനിൽക്കണം എന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ ഉപദേശിക്കാൻ കാരണം. ഇനി ഐക്യത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ ഐക്യത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് എന്താണ്? അത് വാസ്തവം പറഞ്ഞാൽ നമ്മുടെ ചിന്തകളും നമ്മുടെ വികാരങ്ങളും എന്താണ്, അല്ലെങ്കിൽ നമ്മളെ ആന്തരികമായിട്ട് നയിക്കുന്ന കാര്യങ്ങൾ എന്താണ്. അപ്പോൾ അതാണ് ഐക്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ബാഹ്യ പെരുമാറ്റത്തിന് ഊന്നൽ നൽകാതെ നമ്മുടെ ചിന്തകളും നമ്മുടെ വികാരങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നാം ജീവിക്കുമ്പോഴാണ് നമ്മൾ ഒരു ഐക്യത്തിൻ്റെ ആശയം നമുക്കുണ്ടാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ അത് വാസ്തവം പറഞ്ഞാൽ നമ്മുടെ ഈ ഐക്യത്തിൻ്റെ ഒരു ആശയം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒന്നാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അല്ലെങ്കിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ മറ്റനേക കാര്യങ്ങൾ ഉണ്ടാവാം. അവിടെ നമ്മൾ പറയുമ്പോൾ മത്തായി 15:19 പറയുമ്പോൾ അവിടെ അനേക കാര്യങ്ങൾ ഹൃദയത്തിൽ നിന്നുണ്ടാവാം. എന്നാൽ അതിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് അതിനെയൊക്കെ നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നല്ല ചിന്ത, നല്ല വികാരങ്ങൾ, നല്ല ആശയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരികയും നാം അതിൻ പ്രകാരം ജീവിക്കുകയും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ വചനം നാം സ്വീകരിച്ചുകൊണ്ട് നേരത്തെ നാം ചിന്തിച്ചതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മൾ കീഴ്പ്പെട്ടുകൊണ്ട് ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയങ്ങളിൽ പരിവർത്തനം ചെയ്യുവാനും പ്രവർത്തിക്കുവാനും നിയന്ത്രിക്കുവാനും നമ്മൾ അവസരം കൊടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നല്ല ചിന്തകൾ, നല്ല ആശയങ്ങൾ, നല്ല വാക്കുകൾ ഉണ്ടാകുകയും അത് ഒരു ഐക്യത്തിൻ്റെ അല്ലെങ്കിൽ ഉറവിടം അല്ലെങ്കിൽ തുടക്കം അവിടെയായിട്ട് അങ്ങനെ അനേകർ അങ്ങനെ ചിന്തിക്കുകയും ഇതേ തരത്തിലുള്ള ആത്മാവിനാൽ തന്നെ നടത്തപ്പെടുകയും ഈ നല്ല ഗുണങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തികളുടെ കൂട്ടം നല്ല ഐക്യമുള്ളൊരു സമൂഹമായിട്ട് മാറുന്നത് എന്ന് നമ്മളുടെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് സഭയിൽ ആയാലും സമൂഹത്തിലായാലും കുടുംബത്തിലായാലും നമ്മൾ എപ്പോഴും ഐക്യം ഉണ്ടായിരിക്കുവാൻ, ഐക്യം നിലനിർത്തുവാൻ, ഐക്യത്തെ ഊട്ടി ഉറപ്പിക്കുവാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നവരായിരിക്കണം എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നേരത്തെ നമ്മൾ ചിന്തിച്ച പോലെ സ്വന്തം താല്പര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കാതെ മറ്റുള്ളൊരു താല്പര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കുന്നത് ആയിരിക്കണം. അതുമാത്രമല്ല നമ്മുടെ ഒരു ആശയത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമ്മുടെ ഒരു വീക്ഷണകോണിൽ മാത്രം കാര്യങ്ങൾ കാണാതെ നമ്മൾ തീർച്ചയായിട്ടും ഒരു പൊതുവായ രീതിയിൽ അതിനെ കാണുവാനും ഏത് പ്രശ്നങ്ങളെയും ഏത് വിഷയങ്ങളെയും നമ്മൾ നമ്മുടേതായ ഒരു കാഴ്ചപ്പാടുകൊണ്ട് മാത്രം അതിനെ കാണുവാനും അതിനെ വിശകലനം ചെയ്യുവാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും ശ്രമിക്കുന്നതിനുപരിയായിട്ട് നാം ഒരു പൊതുവായ കാഴ്ചപ്പാടിലൂടെ അതൊക്കെ അതിനെ മനസ്സിലാക്കുവാനും ഒരു സമൂഹത്തിൻ്റെതായ ലക്ഷ്യത്തിൽ, സമൂഹത്തിൻ്റെ ചിന്തയിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെതായ വളർച്ചയ്ക്കും സമൂഹത്തിൻ്റെതായ ഒരു നല്ല മാറ്റത്തിനും അതെങ്ങനെ സഹായമായി തീരുമെന്നുള്ള ചിന്തയിലൂടെ നമ്മളതിനെ കാണുന്നുവെങ്കിൽ മനസ്സിലാക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു അനുഭവത്തിലേക്ക്, ഒരു ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഐക്യത്തിലേക്ക് ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ട് നമുക്ക് നിലനിൽക്കാൻ കഴിയും എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മെ ഒന്നിപ്പിക്കുന്ന ഒരു കാര്യം ഐക്യം, അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം സമാധാനമാണ്, സന്തോഷമാണ്, സ്നേഹമാണ്, ആശ്വാസമാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഒന്നിപ്പിക്കുന്ന സമാധാനം നമുക്കുണ്ടാവുന്നത് തീർച്ചയായിട്ടും ഈ മനോഭാവത്തിൽ നിന്നാണ്, ഈ ചിന്തയിൽ നിന്നാണ്, ഈ ഒരു സമർപ്പണത്തിൽ നിന്നാണ്, ഈ ഒരു ആത്മീയമായിട്ടുള്ള വളർച്ചയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നാം തീർച്ചയായിട്ടും നമ്മൾ സഭയിലായാലും
അതുപോലെ നമ്മുടെ കുടുംബത്തിലായാലും നമ്മുടെ സമൂഹത്തിലായാലും നാം എപ്പോഴും ഐക്യം ഉണ്ടാകുന്നവരായിട്ട്, സ്നേഹത്തിൽ വസിക്കുന്നവരായിട്ട്, പരസ്പരം ബഹുമാനിക്കുന്നവരായിട്ട്, പരസ്പരം ആദരിക്കുന്നവരായിട്ട് നമുക്ക് നിലനിൽക്കണമെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും വലിയ ഉദാത്തമായ ആശയങ്ങളാണ് നമ്മളതിലൂടെ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ Efesiയർ 4:3 പറയുന്നത് സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാനത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. നോക്കുക, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം പൗലോസ് ദൈവത്തിൻ്റെ മക്കൾക്ക് നൽകുന്നതാണ്. പ്രത്യേകിച്ച് എഫേസ്യ സഭയ്ക്ക് നൽകുമ്പോൾ എഫേസ്യയിലെ വിശ്വാസികളോട് പറയുന്നതാണ്. അപ്പോൾ നാം സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക, അല്ലേ? സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ഷമിക്കുവാനും പൊറുക്കുവാനും കഴിയും. ഇല്ലെങ്കിൽ അത് വൈരാഗ്യത്തിൻ്റെയും ഭിന്നതയുടെയും അല്ലെങ്കിൽ വെല്ലുവിളിയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകും. അങ്ങനെ ഏത് പ്രശ്നങ്ങളെയും നാം സ്നേഹത്തിൽ പൊറുക്കുവാനും സ്നേഹത്തിൽ നമുക്ക് തന്നെ കാണുവാനും ക്ഷമിക്കുവാനും മറക്കുവാനും കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോറൽ പോലും ഉണ്ടാവാതെ, ഒരു അപ്രിയമായ കാര്യങ്ങൾ ഉണ്ടാവാതെ, ഒരു മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവാതെ നമുക്ക് ഏത് പ്രശ്നങ്ങളെയും സ്നേഹത്തോടെ പരിഹരിക്കുവാനും പൊറുക്കുവാനും, പിന്നെ ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ. ആത്മാവിൻ്റെ ഐക്യത നോക്കുക, അവിടെ പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഭൗതിക ജീവിതത്തിൻ്റെ ഐക്യതയെക്കുറിച്ചല്ല പറയുന്നത്, ആത്മാവിൻ്റെ ഐക്യത. അപ്പോൾ ഒരു ആത്മാവിൻ്റെ ഐക്യത എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കാൻ നാം അനുവദിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പരിശുദ്ധാത്മാവ് നൽകുന്ന ആശയം എങ്ങനെ അത് വിശ്വസിക്കുന്ന ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു ഐക്യമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഐക്യമായിട്ട് രൂപാന്തരപ്പെടുന്നു. അവിടെ വ്യത്യാസം ഉണ്ടാകുന്നില്ല, അവിടെ വേർതിരിവ് ഉണ്ടാകുന്നില്ല. കാരണം ആത്മാവ് ഒരിക്കലും ഭിന്നതയുടെ ആത്മാവല്ല, അത് ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും ആത്മാവാണ്. ആ ആത്മാവിൽ ജീവിക്കുന്ന, ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ജീവിക്കുന്ന ഏത് വ്യക്തികളുടെ ജീവിതത്തിലും ഒരിക്കലും അവർ ഒരു അനൈക്യം ഉണ്ടാക്കാനോ മത്സരം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയില്ല നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്. പിന്നെ നമ്മൾ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്ന് റീപ്ലാന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അല്ലേ? നമ്മളൊന്ന് പുതുക്കി നമ്മൾക്ക് നിലനിർത്തേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പുതുക്കി സ്ഥാപിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് വളരെ സാങ്കേതിക വിദ്യയിലായാലും മറ്റു തരത്തിലും വളരെ വളർച്ച പ്രാപിച്ച ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ മനുഷ്യൻ്റെ തലച്ചോറിനെ മറ്റ് അവയവങ്ങളെയൊക്കെ പുനഃസ്ഥാപിക്കുന്ന അല്ലെങ്കിൽ അതിനെ മാറ്റി സ്ഥാപിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. തലച്ചോറ്, അതുപോലെ കിഡ്നി, ഹൃദയം, അങ്ങനെ പല കാര്യങ്ങൾ, അവയവങ്ങൾ റീപ്ലാന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുന്ന അല്ലെങ്കിൽ പുതുക്കി വയ്ക്കുന്ന ഒരു അനുഭവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മനസ്സ് തന്നെയാണ്. ആ മനസ്സാണ് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതും ഒരു വ്യക്തിയെ നിയന്ത്രിക്കുന്നതും ഒരു വ്യക്തിയെ വളർത്തുന്നതും ഒരു വ്യക്തി ആരാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ മനസ്സിൻ്റെ പ്രവർത്തനം തന്നെയാണ്. പലപ്പോഴും ഈ മനസ്സിൻ്റെ പ്രവർത്തനം അവതാളത്തിലാവുമ്പോൾ അല്ലെങ്കിൽ താളം തെറ്റുമ്പോൾ അല്ലെങ്കിൽ അത് ഒരു ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുമ്പോഴാണ് പലപ്പോഴും മനുഷ്യർ പ്രശ്നത്തിൽ ആയിത്തീരുന്നത്. ആ മനസ്സിനെ നമ്മുടെ തന്നെ നിയന്ത്രണത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വ്യക്തിക്കാണ് ആ വ്യക്തിത്വത്തിനെ സൂക്ഷിച്ചുകൊണ്ട് ഒരു നല്ല വ്യക്തിത്വങ്ങളായിട്ട് നല്ല വ്യക്തികളായിട്ട് ജീവിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ പ്രവൃത്തികളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഒരു കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം പോലെ നാം അത് നമ്മുടെ മനസ്സിൽ നമ്മൾ രൂപപ്പെടുത്തിക്കൊണ്ട് രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മളതിനെ ക്രമീകരിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഏറ്റവും നല്ല വ്യക്തികളായിട്ട് നമുക്ക് മാറുവാൻ കഴിയും. നമ്മുടെ മനസ്സിനെ നമ്മളങ്ങനെ പാകപ്പെടുത്തുന്നു, നമ്മുടെ മനസ്സിനെ നമ്മളങ്ങനെ ഒരുക്കുന്നു, നമ്മുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അല്ലെങ്കിൽ അവിടെ ശേഖരിക്കുവാൻ അല്ലെങ്കിൽ അവിടെ നമ്മൾ രേഖപ്പെടുത്തുവാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ നമ്മൾ എടുത്തു കളയുന്നു. അപ്പോൾ ഈ പ്രവൃത്തികളാണ് ഒരു വ്യക്തിയെ തൻ്റെ ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമകളാക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ, പ്രതികരണങ്ങൾ പലപ്പോഴും പല വ്യക്തികളെ സംബന്ധിച്ചും ചില സമയങ്ങളുണ്ടാകുന്ന അപ്രതീക്ഷിതമായോ അല്ലെങ്കിൽ ആലോചിച്ചുള്ള പ്രതികരണങ്ങളാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്തരം പ്രതികരണങ്ങളിൽ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവരും
നമ്മുടെ ചിന്തകളോ അല്ലെങ്കിൽ മറ്റുള്ള വികാരങ്ങളോ നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിനെ നമ്മൾ നിയന്ത്രണമാക്കിക്കൊണ്ട് നമുക്ക് അതിനെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ ആരാണ് എന്ന ഒരു ചിന്ത നമ്മളെ ഭരിച്ചുകൊണ്ട് ആ നിലയിൽ തന്നെ എത്രയൊക്കെ പ്രബോധനങ്ങളും എന്ത് പ്രയാസങ്ങളും എന്ത് പരിശോധനകൾ കടന്നു വന്നാലും നമ്മൾ അതിൽ വീഴാതെ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും നമ്മൾ കീഴ്പ്പെടുത്തി ആ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ച് ആ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവണം, അതിലൂടെ അങ്ങനെ പ്രതികരിക്കണമെന്നൊരു ദൃഢനിശ്ചയം നമുക്കുണ്ടായി നമ്മൾ വളരെ ഉറപ്പുള്ള നല്ല വ്യക്തിത്വങ്ങൾ നമ്മൾ നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു പ്രത്യേകത സമൂഹത്തിന് ഒരു വലിയ സഹായമായിട്ട് ഗുണമായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം പറയുന്നത് യേശുവിനെപ്പോൾ നമ്മൾ ആത്മീയ മനസ്സുള്ളവർ ആയിരിക്കണമെന്നാണ്. ഇപ്പോൾ ഏറ്റവും ലളിതമായ എന്നാൽ വളരെ വിലയേറിയ ഒരു ഉപദേശമാണത്, അല്ലേ? യേശുവിനെപ്പോൾ നമ്മൾ ആത്മീയ മനസ്സുള്ളവർ ആയിരിക്കണം. ഒരു ആത്മീയ മനസ്സ് നമുക്കുണ്ടാവണം. ആ ആത്മീയ മനസ്സുണ്ടാകുമ്പോഴാണ് നമ്മൾ ആത്മീയരായിട്ട് മാറുന്നത്. അവിടെയാണ് ജഡത്തിൻ്റെ ചിന്തകളും ജഡത്തിൻ്റെ അഭിലാഷങ്ങളും ജഡത്തിൻ്റെ തോന്നലുകളൊക്കെ നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നത്. അപ്പം ജഡമാണ് നമ്മളെ, അല്ലെങ്കിൽ ജഡീയമായിട്ടുള്ള ചിന്തകളാണ് നമ്മൾ ഭരിക്കുന്നുവെങ്കിൽ, അല്ലെ ജഡത്തിൻ്റെ ചിന്തകളും അഭിലാഷങ്ങളുമാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരിക്കലും ആത്മീയരായിട്ട് മാറാൻ കഴിയില്ല. അപ്പോൾ ആത്മാവിൻ്റെ ചിന്തകളാണ് നമ്മൾ ഭരിക്കുന്നതെങ്കിൽ, ആത്മാവിൻ്റെതായ ഗുണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ, നമുക്ക് ആത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാനും നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും നമ്മുടെ പ്രതികരണം നിയന്ത്രിക്കാനും എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ ഹിതം അനുസരിച്ച് ജീവിക്കുന്ന ഒരു മക്കളായി അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ട് നമുക്ക് നിലനിൽക്കാൻ കഴിയും എന്നവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ദൈവാത്മാല്ലാതെ മറ്റാർക്കും അറിയില്ല എന്ന് അവിടെ പൗലോസ് പറയുകയാണ്. അപ്പം അതുകൊണ്ട് പൗലോസ് തന്നെ 1 കൊരിന്ത്യർ 2:11-12 വാക്യങ്ങൾ പറയുമ്പോൾ ഇതിനെ പൗലോസ് ലോകത്തിൻ്റെ ആത്മാവ് ആയിട്ട് താരതമ്യം ചെയ്യുന്നു. ലോകത്തിൻ്റെ ആത്മാവെന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ ചിന്ത, ലോകത്തിൻ്റെ ആശയം, ലോകത്തിൻ്റെതായ പ്രവൃത്തികൾ ഇതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ദൈവത്തിൻ്റെ മക്കളുടെ നിലയിൽ ഈ ലോകത്തിൻ്റെതായ ചിന്തകൾ, ലോകത്തിൻ്റെതായ ആശയങ്ങൾ, ലോകത്തിൻ്റെതായ പ്രവൃത്തി, ലോകത്തിൻ്റെതായ ശൈലികൾ നമ്മൾ സ്വീകരിക്കുവാൻ ഇടവരാതെ തീർച്ചയായിട്ടും കർത്താവ് യേശുക്രിസ്തുവിനെ പോലെ ആത്മീയ മനസ്സുള്ളവരായിട്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന, ദൈവിക കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന, ദൈവകാര്യങ്ങൾ തിരിച്ചറിയുന്ന ദൈവിക ആത്മാവുള്ള വ്യക്തിയായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ മാറുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിന് ഏറ്റവും കൊള്ളാവുന്ന വ്യക്തികളായിട്ട്, പ്രയോജനമുള്ള വ്യക്തികളായിട്ട് മാറുന്നത്. ഇവിടെ ഫിലിപ്പിയർ 2:5 പറയുമ്പോൾ അവിടെ പൗലോസ് പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന്. അപ്പോൾ ക്രിസ്തുവിലുള്ള ഭാവം നമ്മൾ ഉണ്ടായിരിക്കണം. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ചതും സംസാരിച്ചതും പെരുമാറിയതും ഇടപെട്ടതും എന്ന് നമുക്ക് നാം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളും ഉണ്ടായിരിക്കട്ടെ. ആ ഭാവം നമ്മൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും നല്ല ഐക്യത്തിൻ്റെയും ഏറ്റവും നല്ല ഒരുമയുടെയും ഏറ്റവും നല്ല സ്നേഹത്തിൻ്റെയും ഏറ്റവും നല്ല അനുകമ്പയുടെയും ഏറ്റവും വലിയ കരുണയുടെയും ഉദാഹരണമായിട്ട് നമുക്ക് മാറുവാൻ കഴിയും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഹൃദയ ശസ്ത്രക്രിയ അല്ലെങ്കിൽ നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഒരു രൂപാന്തരപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് അല്ലെങ്കിൽ നമ്മളൊരു പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അവിടെ ഒരു ശസ്ത്രക്രിയ നടത്തുമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും വേണ്ട മാറ്റങ്ങൾ വരുത്തുവാനുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നതാണ്. അപ്പം ജീവനുള്ളത് ശക്തവുമായ വചനമായ ആത്മാവിൻ്റെ വാൾ നാം എപ്പോഴും നമ്മുടെ കൈകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കണം. അപ്പം ജീവനും ശക്തിയുമുള്ള വചനത്തിൻ്റെ വാൾ നമ്മുടെ കരങ്ങളിൽ ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനോട് മാത്രമേ നമുക്ക് നമ്മെ തന്നെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയും. നമ്മളെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അത് പരിശുദ്ധാത്മാവിനോട് മാത്രമേ കഴിയൂ. കാരണം നമ്മുടെ ജീവിതത്തിലെ കുറവുകളും ബലഹീനങ്ങളും വീഴ്ചകളും ഒക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ആ ഒരു അറിവ് പരിശുദ്ധാത്മാവോട് നമുക്ക് ലഭിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവാനും ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്തുവാനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ആവശ്യമുള്ളതിനെ ആ ഹൃദയത്തിൽ നിലനിർത്തുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കഴുകപ്പെട്ട, ശുദ്ധീകരിക്കപ്പെട്ട അല്ലെങ്കിൽ പുനഃസൃഷ്ടിക്കപ്പെട്ട ഒരു ഹൃദയത്തിൻ്റെ ഉടമകളായിട്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മക്കളായി ആത്മീയ മനുഷ്യരായിട്ട് സമൂഹത്തിനും സഭയ്ക്കും അതുപോലെ കുടുംബത്തിനുമൊക്കെ ഏറ്റവും പ്രയോജനമുള്ള മക്കളായി നമുക്ക് നിലനിൽക്കുവാനും അവിടെയാണ് മറ്റുള്ളവർ നമ്മളെ കരുതുകയും സ്നേഹിക്കുകയും നമ്മളോട് ആ സ്നേഹവും സഹകരണമൊക്കെ കാണിക്കുന്നത് നമ്മൾ ആ രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ്, അല്ലേ? അവർ തീർച്ചയായിട്ടും നാം എങ്ങനെ പ്രവർത്തിക്കുന്നു, നാം എങ്ങനെ സംസാരിക്കുന്നു, നാം എങ്ങനെ ഇടപെടുന്നു, ഇത് മനുഷ്യർ മനസ്സിലാക്കിക്കൊണ്ട് അതേ രീതിയിലാണ് നമ്മളോടും ഇടപെടുന്നത്. പക്ഷേ ഒരുപക്ഷെ നമുക്ക് എല്ലാവരെയും പ്രീതിപ്പെടുത്തുവാനോ എല്ലാവരെയും സ്നേഹിക്കുവാനോ അല്ലെങ്കിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കാനും ഒരുപക്ഷെ കഴിയില്ലായിരിക്കും. കാരണം ഓരോരുത്തരും ചിന്താഗതി വ്യത്യസ്തമാണ്. പക്ഷേ എങ്കിൽ പോലും നാം ദൈവത്തിൻ്റെ പൈതൽ എന്ന നിലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോടും നമ്മുടെ മനസാക്ഷിയോടും നമ്മളൊരിക്കലും കുറ്റം അല്ലെങ്കിൽ നമ്മൾ വീഴ്ചയില്ലാത്തവരായിട്ട് നമുക്ക് അല്ലെങ്കിൽ കുറവില്ലാത്തവരായിട്ട് നമുക്ക് നിലനിൽക്കാൻ കഴിയേണ്ട ആവശ്യമുണ്ട്.
അപ്പോൾ ദൈവത്തിൻ്റെ നല്ലതും സ്വീകാര്യവും പൂർണ്ണമായ ഇഷ്ടം എന്താണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയേണ്ടതിന് നമ്മുടെ മനസ്സ് പുതുക്കി നാം രൂപാന്തരപ്പെടണമെന്ന് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു. നാം ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ നിമിഷവും നമ്മൾ മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ദൈവഹിതം എന്തെന്ന് നമുക്ക് തിരിച്ചറിയാൻ തക്കവണ്ണം നാം എന്ത് ചെയ്യുക? മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടുക. ദൈവഹിതം നമ്മളെ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മ നമ്മളെ അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മുടെ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ, കടന്നു വരുവാൻ കഴിയണം. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കടന്നു വരാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വിശുദ്ധ മനസാക്ഷിയുള്ള, ശുദ്ധ ഹൃദയമുള്ള ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ ജീവിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നാം പ്രവർത്തിക്കേണ്ട, പറയേണ്ട, അല്ലെ നാം ഇടപെടേണ്ട, ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നമ്മളെ അറിയിക്കുന്നു, നമ്മളോട് അതിന് വേണ്ട ഉപദേശങ്ങൾ നൽകുന്നു. അതിന് പ്രകാരം നമുക്ക് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പൗലോസ് പറയുന്ന തരത്തിലുള്ള ഐക്യവും സ്നേഹവും ഒരുമയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ആ അനുഭവത്തിൽ നമുക്ക് ആത്മീയം വളരെ സന്തോഷമായി, അല്ലെ ആത്മീയ സന്തോഷമുള്ളവരെ നമുക്ക് നിലനിൽക്കാൻ കഴിയും എന്ന് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഫിലിപ്പിയർ 4:8 പറയുമ്പോൾ, സഹോദരന്മാരെ, നിങ്ങൾ സത്യമായതൊക്കെയും മാന്യമായതൊക്കെയും, അല്ലേ, നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽഗുണവും പ്രശസ്തമായതൊക്കെയും നമ്മൾ എന്തുകൊള്ളുക? ചിന്തിച്ചു കൊള്ളുക. അപ്പോൾ ഒരു സമൂഹത്തിൽ ഉത്തരവാദിത്വമുള്ള അല്ലെങ്കിൽ ആ സമൂഹത്തിൽ പ്രയോജനമുള്ള, സമൂഹത്തിൻ്റെതായ പ്രാധാന്യം അല്ലെങ്കിൽ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ എന്തെങ്കിലും നമുക്ക് നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സഹോദരന്മാരെ നമ്മളെന്താണ് പൗലോസ് പറയുന്നത്? സത്യമായതൊക്കെയും മാന്യമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽഗുണവും പ്രശസ്തമായതൊക്കെയും നമ്മൾ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. നാം അതിനെ പിൻപറ്റണം. നാം അതിനെ നമ്മൾ ജീവിക്കണം. അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കണം. അപ്പം അവിടെയാണ് ഒരു വ്യക്തി ഉത്തരവാദിത്വബോധമുള്ള, ദൈവഭയമുള്ള, ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളിൽ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിട്ട്, ആ ഭാവമുള്ളവരായിട്ട് നമ്മൾ വളരണം എന്ന് പറഞ്ഞു. ഇവിടെ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു ഭാരോദ്വഹന മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തനായി തീർന്ന ഒരു വ്യക്തി പറഞ്ഞത്, ഞാൻ ഏറ്റവും വലിയവനാണ് എന്നാണ്. ഞാൻ ഏറ്റവും വലിയവനാണ്. ആ വ്യക്തി പറഞ്ഞത് ഒരുപക്ഷെ ശരിയായിരിക്കാം. ആ ഒരു മത്സര രംഗത്ത് അദ്ദേഹം ഏറ്റവും പ്രശസ്തനും ലോകം അറിയപ്പെടുന്ന വ്യക്തിയും ആണ്, അത് ശരിയാണ്. പക്ഷേ നാം ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ വചനപരമായിട്ട് ചിന്തിക്കുമ്പോൾ, ആ വ്യക്തി പറഞ്ഞ ആ വാക്ക് എത്രമാത്രം തെറ്റായ ഒരു പ്രസ്താവനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നാം കർത്താവിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മെ വലിയവരായിട്ട്, നമ്മൾ ഉയർത്തപ്പെട്ടവരായിട്ട്, നമ്മളെ ശ്രേഷ്ഠമായിട്ട് നമുക്ക് ഒരിക്കലും കാണുവാൻ അല്ലെങ്കിൽ എണ്ണുവാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാരെന്ന് എണ്ണണം. മറ്റുള്ള ഓരോരുത്തരെയും നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരായിട്ട് നമ്മൾ എണ്ണണം. അത് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കർത്താവ് യേശു ക്രിസ്തു ഒരിക്കലും പാപം ചെയ്ത ഒരു വ്യക്തിയല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, പാപം ഒഴികെ ബാക്കി സകല കാര്യങ്ങളും നമ്മളെപ്പോൾ തുല്യമായിട്ട് പരീക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് കർത്താവ് യേശു ക്രിസ്തു. എന്നാൽ ഒരിക്കലും കർത്താവ് യേശു ക്രിസ്തു പാപം ചെയ്തില്ല. എന്നാൽ ആ കർത്താവ് യേശു ക്രിസ്തു സ്വയം പാപി ആയി, അല്ലെങ്കിൽ പാപം വഹിച്ചു. എന്തിന്? നമുക്ക് വേണ്ടി. നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാനും, നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാനും, നമ്മളെ നിത്യമരണത്തിൽ അല്ലെങ്കിൽ നമുക്ക് മോചനം തരുവാനും, പാപം അറിയാത്ത, പാപം ചെയ്യാത്ത കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപിയായി തീർന്നു, അല്ലെങ്കിൽ അവനെ പാപമാക്കി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ദൈവത്തിന് നമുക്ക് വേണ്ടി പാപം ചെയ്യാത്ത, പാപം അറിയാത്ത കർത്താവ് യേശു ക്രിസ്തുവിനെ ആക്കി, അല്ലെങ്കിൽ പാപമാക്കി മാറ്റുമെങ്കിൽ, ആ പാപം വഹിക്കുന്നവനാക്കി മാറ്റുമെങ്കിൽ, ആ ദൈവത്തിനുള്ള നമ്മുടെ സ്നേഹം എത്രമാത്രം വലുതും ആഴമേറിയതുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ദൈവത്തിന് തുല്യമായ, അല്ലെങ്കിൽ പിതാവിനോട് കൂടെ ഇരുന്ന തൻ്റെ പുത്രനെ മനുഷ്യരൂപം എടുത്ത് ഭൂമിയിലേക്ക് വരുവാനും, നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെടുവാനും ആ ദൈവം എത്രമാത്രം നമ്മളെ കരുതുകയും സ്നേഹിക്കുകയും നമ്മളെ അനുകമ്പയും ദൈവമുള്ള ദൈവമായിട്ട് അല്ലെങ്കിൽ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളെ വീണ്ടെടുക്കുവാൻ, നമ്മളെ രക്ഷാനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി പാപം വഹിച്ചുകൊണ്ട് തൻ്റെ ജീവനെ അവൻ നമുക്ക് നൽകി. അതുകൊണ്ട്
കർത്താവ് യേശു ക്രിസ്തു ഇവിടെ പറയുന്നു, നിങ്ങൾ ഏറ്റവും വലിയ നിങ്ങളുടെ ദാസൻ ആകണം. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. മത്തായിയുടെ സുവിശേഷം 23:11-12. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും വലിയ നിങ്ങളുടെ ദാസനാകണം. ഈ ലോകത്തിനൊരു പക്ഷേ പെട്ടെന്ന് സ്വീകരിക്കാൻ കഴിയാത്ത ഒരു ഉപദേശമാണ് നാം ഇവിടെ കേട്ടത്. കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, നിങ്ങൾ ഏറ്റവും വലിയ നിങ്ങളുടെ ദാസനാകണം. അത് നമ്മൾ ഏതെങ്കിലും ഒരു ചടങ്ങിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആരാധനയുടെ ഭാഗമായിട്ടോ ഒക്കെ വർഷത്തിലൊരിക്കലൊക്കെ ചെയ്യുന്ന ഒരു കാര്യമായിട്ടത് മാറുകയല്ല. മറിച്ച് അത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒരു ചിന്തയായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കണം, അല്ലെങ്കിൽ ഹൃദയത്തിലൊരു നമ്മുടെ ആശയം ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളെ നിലനിർത്തുന്നൊരു കാര്യമായിരിക്കണം അത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴ്മയുള്ളവരായിട്ട്, നമ്മൾ ഏത് വ്യക്തി ആയിക്കൊള്ളട്ടെ, മറ്റുള്ളവരെ നാം മാന്യമായിട്ട് ശ്രേഷ്ഠരായിട്ട് കണ്ടുകൊണ്ട് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്ന, അല്ലെങ്കിൽ താഴ്ത്തി ജീവിക്കുന്ന ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. കർത്താവ് യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ തൻ്റെ അത്താഴത്തിൻ്റെ സമയത്ത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരിരുത്തി അവരുടെ പാദങ്ങൾ കഴുകുവാൻ കർത്താവ് യേശു ക്രിസ്തു ആവശ്യപ്പെട്ടപ്പോൾ, അല്ല അവരോട് പറഞ്ഞപ്പോൾ, അവരാരും അത് ചെയ്തില്ല ആദ്യം. കാരണം ആരുടെ പാദം ഞാൻ കഴുകണമെന്ന് ഓരോരുത്തരും ചിന്തിച്ചു. അപ്പോൾ അത് അവരുടെ മനസ്സിൽ ഒരു ചിന്തയായിട്ട് നിലനിൽക്കുമ്പോൾ തന്നെ കർത്താവ് യേശു ക്രിസ്തു എന്ത് ചെയ്തു? ആ പ്രവൃത്തി താൻ ആദ്യം അവർക്ക് മുമ്പിൽ ചെയ്തു. അത്തരത്തിൽ ശിഷ്യന്മാരുടെ മുമ്പാകെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് അവരുടെ പാദങ്ങൾ കഴുകുവാൻ മനസ്സുള്ള ഒരു ഗുരുവിൻ്റെ ശിഷ്യന്മാരായിട്ട് വളർന്നു വന്ന കർത്താവിൻ്റെ ശിഷ്യന്മാർ. ആ ഉപദേശങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് നമ്മൾ ഓരോരുത്തരും നാം എപ്പോഴും താഴ്മയുള്ളവരായിട്ട് മറ്റുള്ളവരെ ശ്രേഷ്ഠം എണ്ണിക്കൊണ്ട്, നാം എത്ര വലിയ വ്യക്തിയാണെങ്കിലും മറ്റുള്ളവരെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാവണം എന്ന് ഇവിടെ പൗലോസ് വിശുദ്ധ സുവിശേഷങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. അവിടെ പറയുന്നത്, സ്വാർത്ഥമായ അഭിലാഷത്തിലൂടെയോ അഹങ്കാരത്തിലൂടെയോ ഒന്നും ചെയ്യരുതെന്ന് നാം ഓർക്കുക. ഫിലിപ്പിയർ 2:3 അവിടെ പൗലോസ് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതാണ്. അപ്പോൾ അവിടെ നമ്മുടെ സ്വാർത്ഥപരമായ ചിന്തകൾ കൊണ്ട്, അല്ലെങ്കിൽ സ്വാർത്ഥമായിട്ട് നമുക്ക് എന്തെങ്കിലും നേടാം, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ലഭിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അംഗീകാരം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും മറ്റുള്ളവർ പ്രശംസിക്കും, നമുക്ക് ഏതെങ്കിലും ഒരു വലിയ സമ്മാനം ലഭിക്കും എന്ന് കരുതി സ്വാർത്ഥപരമായ ചിന്ത കൊണ്ടോ അഹങ്കാരം കൊണ്ടോ, അല്ലെ എനിക്ക് ഇന്നത് ചെയ്യുവാൻ കഴിയും, എനിക്ക് ഇന്നത് പ്രവർത്തിക്കാൻ കഴിയും, അല്ലെ ആരും അതിനെ പിന്തിരിപ്പിക്കാനില്ല, ആര് പറഞ്ഞാൽ ഞാനിത് പ്രവർത്തിക്കും, എങ്ങനെയൊക്കെ ഉള്ള ചിന്തകളോട് നമ്മളൊന്നും ചെയ്യാതെ നാം എന്താണ് പ്രവർത്തിക്കേണ്ടത്, നാം എന്താണ് ചെയ്യേണ്ടത്, നാം എന്താണ് സംസാരിക്കേണ്ടത്, നാം എങ്ങനെയാണ് ഇടപെടേണ്ടത്, നാം എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് നമ്മൾ സഹവസിക്കേണ്ടത് എന്ന് ശരിയായ ഒരു ബോധം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ നാം അത് മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിനും നമ്മുടെ സമശിഷ്ടങ്ങൾക്കും സഹോദരങ്ങൾക്കും ഏറ്റവും പ്രയോജനമുള്ളവരായി, ഏറ്റവും സ്നേഹമുള്ളവരായി, ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹമുള്ളവരായിട്ട് നമുക്ക് നിലനിൽക്കുവാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും യേശുവിൻ്റെ ആ ഭാവം, അല്ലെങ്കിൽ യേശുവിൻ്റെ ആ മനസ്സ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് പൗലോസ് പറയുകയാണ്. ഇവിടെ 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഒരുത്തൻ എന്തെങ്കിലും അറിയുന്നുവെന്ന് കരുതുന്നുവെങ്കിൽ അവൻ ഇതുവരെ അറിയേണ്ടത് പോലെയൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പൗലോസ് പറയുന്നു. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി തരാതെ ഒരു കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ട് ഗ്രഹിക്കുവാൻ കഴിയില്ല. നമുക്ക് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ജ്ഞാനമുള്ളവരാണ്, പല കാര്യം നമുക്കറിയാം, പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ശരിയായ ബോധ്യമുണ്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശരിയായി ഒരു കാര്യത്തെ ബോധ്യപ്പെടുത്താതെ നമുക്കൊരു കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയില്ല. നമ്മൾ അംശമായിട്ടുള്ളത് മാത്രം അറിയുന്നു, അംശമായിട്ടുള്ളത് മാത്രം മനസ്സിലാക്കുന്നു, അംശമായിട്ടുള്ളത് നമ്മൾ ഗ്രഹിക്കുന്നു. പൂർണ്ണമായത് പലപ്പോഴും നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് നാം എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ ഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിനോട് നമ്മൾ അപേക്ഷിക്കുക. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനത്തിലുള്ള ദൂതുകൾ നമുക്ക് മനസ്സിലാക്കി തരുവാൻ കഴിയുന്ന അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. കാരണം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനമായതുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുവാനും അതിൻ്റെ പൂർണ്ണമായ ആ ദൂത് നമുക്ക് മനസ്സിലാക്കി തരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും വേദപുസ്തകം പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയില്ല. പക്ഷേ ഇന്ന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ യഥാർത്ഥമായിട്ട് ആ വ്യാഖ്യാനം എവിടെ നിന്നുണ്ടായതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നാം ഒരു കാര്യം മനസ്സിലാക്കുന്നെങ്കിൽ അത് എന്താണ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടുകൊണ്ട് നമ്മളത് പഠിക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച്
കർത്താവിൻ്റെ സ്നേഹത്തിൽ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ദൈവിക ആലോചനയിൽ ആത്മാവിൻ്റെ ഫലങ്ങളിൽ നമ്മൾ നിലനിൽക്കുമ്പോഴാണ് നമ്മളിൽ യഥാർത്ഥ ദൈവഭക്തിയും വിശ്വാസവും സ്നേഹവും ഐക്യവും കൂട്ടായ്മയും ഉണ്ടാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു എങ്ങനെ ഒരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ ഒരു ശിശുവായിട്ട് ഈ ഭൂമിയിൽ വന്നു, ജനിച്ചു, ഒരു സ്ത്രീയിൽ അല്ലെങ്കിൽ ഒരു സാധാരണ സ്ത്രീയിൽ ജനിച്ചു, ഒരു ശിശുവായിട്ട് ജനിച്ചു, ബാലനായിട്ട് വളർന്നു, യുവാവായിട്ട് തൻ്റെ പ്രവൃത്തി താൻ ചെയ്തു, ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടു. ഈ സമയത്തിനുള്ള എങ്ങനെയാണ് കർത്താവ് യേശുക്രിസ്തു ഒരു മനുഷ്യനായിട്ട് ജനിച്ചിട്ട് പോലും ദൈവഹിതം അറിഞ്ഞ് ദൈവഹിതം മനസ്സിലാക്കി പിതാവിനുള്ള സ്നേഹത്തിൽ, പിതാവിനുള്ള ഐക്യത്തിൽ, പിതാവിനുള്ള ബന്ധത്തിൽ, അനുസരണത്തിൽ, താഴ്മയിൽ താൻ ജീവിച്ചു. പാപത്തെ അതിജീവിച്ചുകൊണ്ട് മരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജയിക്കുവാൻ കഴിഞ്ഞത്, ആ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കൽ ഉയർക്കുവാൻ കഴിഞ്ഞത്, ഒരു വീണ്ടെടുപ്പിൻ്റെ അനുഭവം എങ്ങനെ അവിടെ സാധ്യമാക്കി തീർത്തു. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളെ ഓരോരുത്തരും നമ്മളായിരിക്കുന്ന ജീവിത അനുഭവത്തിൽ, അവസ്ഥയിൽ നിന്ന്, പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു വിടുതൽ, വളർച്ച, അല്ലെ എങ്ങനെ ഒരു പുതിയ അനുഭവം ഞാൻ പറഞ്ഞത് ഒരു ആത്മീയ അനുഭവത്തിലേക്ക് നമുക്ക് വളർന്നു വരാൻ കഴിയും, നമുക്ക് മാറുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ അത് വെറുതെ നമ്മൾ ഏതെങ്കിലും മറ്റ് പുസ്തകങ്ങളോ അല്ലെങ്കിൽ പത്രങ്ങളോ വായിച്ച് മനസ്സിലാക്കുന്ന ഒരു അറിവ് നമ്മൾ മനസ്സിലാക്കുന്നു, കേൾക്കുന്നില്ല, വായിക്കുന്നു എന്ന ഒരു ചിന്തയാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവവചനത്തിലെ ആത്മീയ തോതുകൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരും. ദൈവത്തിൻ്റെ വചനത്തെ നാം പഠിക്കുകയും അത് ധ്യാനിക്കുകയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സത്യമായതൊക്കെയും ഘനമായതൊക്കെയും രമ്യമായതൊക്കെയും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിച്ചുകൊണ്ട് നാം താഴ്മയോടെ നടക്കുവാനല്ലാതെ ഞാൻ എന്താണ് നിന്നോട് ആവശ്യപ്പെടുന്നത് എന്ന് ചോദിക്കുന്നത് പോലെ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ആ സമൂഹത്തിലെ സ്നേഹവും ഐക്യവും അല്ലെങ്കിൽ ഒരുമയും നിലനിർത്തി നശിപ്പിക്കാതെ നമ്മളും ആ ഒരു സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്നുള്ളൊരു ചിന്ത നമ്മളെ ഭരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് യേശുവിനുള്ള ഭാവം തന്നെ നമ്മളുണ്ടായി ഒരു ആത്മീയ മനസ്സുള്ളവരായിട്ട് നമുക്ക് നാം മാറുമ്പോഴാണ് എന്താണ് കർത്താവ് യേശുക്രിസ്തു തൻ്റെ സുവിശേഷത്തിലൂടെ ഈ ലോകത്തിൽ അറിയിച്ചതും പ്രവർത്തിച്ചതും തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതും അത് നമുക്കും മനസ്സിലാക്കുവാനും അത്തരത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയും. ഇവിടെ പൗലോസ് വീണ്ടും പറയുകയാണ്, ദൈവത്തിൻ്റെ രൂപത്തിൽ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പം ഇവിടെ കർത്താവ് യേശുക്രിസ്തു മനുഷ്യ അല്ലെങ്കിൽ രൂപത്തിൽ അല്ലെങ്കിൽ മനുഷ്യ സാദൃശ്യത്തിൽ ഈ ഭൂമിയിൽ വന്നുവെങ്കിലും താൻ മനുഷ്യനായിരുന്ന പോലെ തന്നെ താൻ ദൈവത്തിൻ്റെ പുത്രനും ആയിരുന്നു. പൗലോസ് അത് തന്നെ പറയുന്നുണ്ട്, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നുവെങ്കിലും നമ്മൾ ഈ ലോകത്തിന് ഉള്ളവർ ആകാതെ ദൈവത്തിനുള്ളവരായിരിക്കാൻ നമുക്ക് കഴിയണം. വളരെ പാപം നിറഞ്ഞ, ഏറ്റവും അധർമ്മം നിറഞ്ഞ അല്ലെങ്കിൽ കളങ്കമുള്ള ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ ആ അധർമ്മവും പാപവും കളങ്കവും ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഏശാതെ, നമ്മളെ അത് സ്പർശിക്കാതെ നമുക്ക് നിലനിൽക്കുവാൻ, ജീവിക്കുവാൻ കഴിയുമോ? അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ പറയുന്ന കർത്താവ് യേശുക്രിസ്തു എന്ന് പറയുന്നത് തന്നെ തന്നെ ശൂന്യനാക്കി, ഫിലിപ്പിയർ 2:7, ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തൻ്റെ ദൈവ രൂപം താൻ ഉപേക്ഷിച്ച് പിതാവിനുള്ള സമത്വം താൻ മുറുകെ പിടിക്കാതെ തന്നെത്താൻ താഴ്ത്തി മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. തന്നെ അവൻ എന്ത് ചെയ്തു? ശൂന്യമാക്കി. എന്ന് പറഞ്ഞാൽ എന്താ? തൻ്റെ ദൈവികത്വം പൂർണ്ണമായിട്ടും മാറ്റിവെച്ചുകൊണ്ട് ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നിട്ട് നമുക്ക് വേണ്ടി പാപിയായി തീർന്നു. പാപം ചെയ്യാതെ നമ്മുടെ പാവങ്ങൾ വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ജീവിച്ചു എന്ന് പറയുമ്പോൾ കർത്താവ് യേശുക്രിസ്തു ജീവിച്ചത് നമുക്ക് വേണ്ടി മാത്രമാണ്. കർത്താവിൻ്റെ പ്രവൃത്തികൾ, ശുശ്രൂഷകൾ, ഉപദേശങ്ങൾ ഒക്കെ മനുഷ്യർക്ക് വേണ്ടി മാത്രമായിരുന്നു. കർത്താവ് യേശുക്രിസ്തുവിന് വേണ്ടി ഒന്നും താൻ കരുതുകയോ പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ആലോചിക്കുകയോ ചെയ്തിട്ടില്ല, അവരോട് സംസാരിച്ചിട്ടുമില്ല.
അപ്പം അതുകൊണ്ട് അവൻ തന്നെത്താൻ താഴ്ത്തി. ഫിലിപ്പിയർ 2:8 പറയുന്നത്, യേശു തന്നെത്താൻ താഴ്ത്തി ഒരു പൂർണ്ണമായ ഒരു ദാസ്യത്തിൻ്റെ അനുഭവത്തിലേക്ക്, ഒരു ദാസ്യ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് തന്നെത്താൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. മാത്രമല്ല ക്രൂശിലെ മരണം പോലും തനിക്ക് സ്വീകരിപ്പാൻ അല്പം പോലും പ്രയാസം അല്ലെ മടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാപം അറിയാത്ത കർത്താവ് യേശു ക്രിസ്തു നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് പാപിയായി തീർന്നു എന്ന് 2 കൊരിന്ത്യർ 5:21 പറയുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ദൈവത്തിലുള്ള മഹത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ താഴ്ത്തി ക്രൂശോളം തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. നമുക്ക് വേണ്ടി പാപിയായി ഈ ലോകത്തിൽ നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി തന്നെ ഏറ്റവും താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പാപം ചെയ്യാതെ ഈ ലോകത്ത് ജീവിച്ച് എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരെയും കരുതി എല്ലാവരെയും രക്ഷയ്ക്കായിട്ട് എല്ലാവരെയും തന്നോടുകൂടി ചേർക്കുവാനായിട്ട് ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചുവെങ്കിൽ പൗലോസിൻ്റെ ഉപദേശം പോലെ ആ കർത്താവിനെ പിൻപറ്റുന്ന നാം ഓരോരുത്തരും കർത്താവിൻ്റെ ഭാവം തന്നെ നമ്മൾ ഉണ്ടാകുന്നതിനും ആത്മീയമനുഷ്യരെ നമ്മൾ രൂപാന്തരപ്പെടുന്നതിനും നമ്മുടെ ഹൃദയങ്ങളെ നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ദൈവസേനയിൽ നമ്മൾ സമർപ്പിച്ചുകൊണ്ടും ആ ക്രിസ്തുയേശുവിനെ പോലെ ഈ ലോകത്ത് പാപം ഏശാതെ പാപം സ്പർശിക്കാതെ ജീവിക്കുമ്പോഴാണ് നാം യഥാർത്ഥ ദൈവത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കാൻ കഴിയുന്നത്. ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് ജീവിക്കുവാൻ, ആ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ, അത്തരത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ അല്ലെങ്കിൽ പരിശോധിച്ചുകൊണ്ട് ശുദ്ധീകരിച്ചുകൊണ്ട് വേർതിരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായിട്ട് നമുക്ക് നിലനിന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ ബന്ധപ്പെടുന്ന വ്യക്തികൾക്ക് ആ ദൈവത്തിന് വലിയ സ്നേഹം, കരുണ, അനുകമ്പ, ദയ, ആർദ്രത ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ഏറ്റവും ഘനമുള്ളതും രമ്യമായതും മാന്യമായതും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിന്തുടർന്നുകൊണ്ട് ഏറ്റവും ഫലപ്രദമായ വ്യക്തികളായിട്ട് നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പാഠം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അടിങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, ഇന്നടിങ്ങൾ ചിന്തിച്ച പാഠത്തിലെ ആശയങ്ങൾ എന്തായിരുന്നു എന്ന് അടിങ്ങൾ കർത്താവെ ഓർക്കുകയാണ്. അവിടുന്ന് അടിങ്ങൾക്ക് വേണ്ടി, അടിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, അടിങ്ങൾക്ക് നിത്യജീവൻ നൽകുന്നതിന് വേണ്ടി ഉന്നതങ്ങളെ വിട്ട് ഭൂമിയിലേക്ക് കടന്നു വന്ന് തന്നെ ഏൽപ്പിച്ച് ക്രൂശോളം തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ആ സ്നേഹം, ആ പാവമില്ലാത്ത ജീവിതം, ആ സ്നേഹം, ആ താഴ്മ, ആ ദയ, ആ ആർദ്രത അടിങ്ങൾ ഓരോരുത്തരും ഉൾക്കൊണ്ടുകൊണ്ട് അടിങ്ങളും അതേ തരത്തിൽ, അതേ രീതിയിൽ, അതേ ഭാവത്തിൽ ജീവിപ്പാൻ ഈ നാളുകളിൽ ഈ ലോകത്തിൽ അടിങ്ങളെ സഹായിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അടിങ്ങളെ ദിനംതോറും മനസ്സുപുത്തിരി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ദൈവഹിതം എന്നെ തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള കൃപ അടിങ്ങൾക്ക് നൽകി അടിങ്ങളെ വഴി നടത്തണമെന്ന് അടിങ്ങൾക്ക് ജീവനം നൽകിയ ശേഷം നാം ചോദിക്കുമ്പോൾ കൃപയുടെ നല്ല ദൈവമേ, ആമേൻ.